ഹലോ ഡിയർ ഫ്രണ്ട്സ്, ടുഡേ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മോക്ക് ടെസ്റ്റിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പാരാമീറ്റേഴ്സ് ആർ കൺസിഡർ ഫോർ റാങ്കിങ് പ്രോഗ്രസ് ഓഫ് countries by the global gender gap index. First one, educational attainment, second one, health and survival, and third one, political empowerment, and select the correct answer using the course given below. ഇതിൽ കൺസിഡർ എന്ന് പറയുമ്പോൾ തന്നെ ഇത് നമുക്കറിയാം, ഇതൊരു കറക്റ്റ് കോഡ് കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇതിൽ കോൺടെസ്റ്റ് എന്ന് പറയുന്നത് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിനെ കുറിച്ചിട്ടാണ്. ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് ഇതിനെക്കുറിച്ചുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത്. ഇതെന്ന് പറയുന്നത് ഓരോ രാജ്യത്തിൻ്റെയും റാങ്കിങ് പ്രോഗ്രസ്സിനെ അസസ് ചെയ്യുന്നതാണ്. ഇതിന് വേണ്ടി അസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എഡ്യൂക്കേഷണൽ അറ്റൈൻമെൻറ്റ്, ഒരു രാജ്യത്തിൻ്റെ ഒരു പുരോഗതി അറിയാൻ വേണ്ടിയിട്ട് എഡ്യൂക്കേഷണൽ അറ്റൈൻമെൻറ്റ്, വിദ്യാഭ്യാസപരമായ നേട്ടം ഉപയോഗിക്കുന്നുണ്ടോ? യെസ്, അത് ഉപയോഗിക്കുന്നുണ്ട്. ആരോഗ്യവും അതിൻ്റെ നിലനിൽപ്പും നോക്കുന്നുണ്ടോ? ശരിയാണോ? നോക്കുന്നുണ്ട്. പിന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ശാക്തീകരണം നോക്കുന്നുണ്ടോ? യെസ്, അത് നോക്കുന്നുണ്ട്. അപ്പോൾ 1, 2, 3 ഇത് കറക്റ്റായിട്ടുള്ള ആൻസർ തന്നെയാണ്. അപ്പോൾ ഡി ആണ് ഇതിൻ്റെ ഓപ്ഷൻസ്. അപ്പോൾ ഈ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് എന്ന് പറയുന്നത് വേൾഡ് എക്കണോമിക് ഫോറം പബ്ലിഷ് ചെയ്യുന്ന ഒരു ഇൻഡെക്സാണ് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓരോ രാജ്യത്തിൻ്റെയും പുരോഗതിയെ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് ഉപയോഗിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് 4 പാരാമീറ്റേഴ്സാണ് ഉള്ളത്. അത് ഏതൊക്കെയാണ് നമുക്കറിയാം. ഏറ്റവും വലിയ ഒരു സംഭവം സാമ്പത്തികപരമായിട്ടുള്ള ഒരു പങ്കാളിത്തവും നമ്മുടെ ഓരോ രാജ്യത്തിൻ്റെയും അവസരങ്ങളുമാണ്. പിന്നെ വിദ്യാഭ്യാസപരമായ നേട്ടം, പിന്നെ ആരോഗ്യവും നിലനിൽപ്പും, പിന്നെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ശാക്തീകരണവും, ഇതെല്ലാം ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മളായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. എന്നിട്ട് അങ്ങനെ ആ രീതിയിൽ പഠിക്കേണ്ടതാണ്. ഇനി കൺസിഡർ ദ ഫോളോയിങ് എന്ന് പറയുമ്പോൾ തന്നെ വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ അബവ് ഈസ് കറക്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഈസ് കറക്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. പിന്നെ ദ സൈസ് ഓഫ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ദ സൈസ് ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇൻ എ ബൈകാമറൽ ലെജിസ്ലേറ്റർ ഡിപ്പെൻഡ് ഓൺ ദ സൈസ് ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓൺ ദ കൺസേൺഡ് സ്റ്റേറ്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ദ സ്പീക്കർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഈസ് എംപവർഡ് ടു ഡിസൈഡ് വെദർ ദ മെമ്പർ ഓഫ് ദ അസംബ്ലി ഈസ് ഡിസ്ക്വാളിഫൈഡ് ആസ് പെർ ദ provisions of Representation of People Act 1951 as well as the ground of defection. ഇതിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ബൈകാമറൽ ലെജിസ്ലേച്ചറിനെ കുറിച്ചിട്ടാണ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് അതിൽ തന്നെ ബൈകാമറൽ ലെജിസ്ലേച്ചറിൽ തന്നെ ഡിസ്ക്വാളിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബൈകാമറൽ ലെജിസ്ലേറ്ററിൽ നമ്മൾക്കറിയാം ലെജിസ്ലേറ്റീവ് കൗൺസിലും ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലുണ്ട്. അപ്പോൾ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ സൈസ് എന്നാണ് പറയുന്നത് ഫസ്റ്റ്. ഇത് കറക്റ്റായിട്ടുള്ള ആൻസർ തന്നെയാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1951 റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്റ്റും അതേപോലെ തന്നെ ഗ്രൗണ്ട് ഓഫ് ഡിഫെക്ഷൻ അനുസരിച്ചിട്ട് ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മെമ്പറിൻ്റെ ഡിസ്ക്വാളിഫിക്കേഷൻ സ്പീക്കർ തീരുമാനിക്കാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ല. കാരണം സ്പീക്കറിന് അതിനുള്ള അധികാരമുണ്ട് അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് ദ ഷെഡ്യൂൾ 10 കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഷെഡ്യൂൾ 10 അനുസരിച്ചിട്ട് ഡിസ്ക്വാളിഫിക്കേഷൻ ആൻറ്റി ഡിഫെക്ഷൻ ലോ അനുസരിച്ചിട്ട് സ്പീക്കറിന് ഡിസ്ക്വാളിഫിക്കേഷൻ ഗ്രൗണ്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്, ഡിസ്ക്വാളിഫിക്കേഷൻ ചെയ്യാനുള്ള അധികാരമുണ്ട്. പക്ഷേ 1951 റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് പ്രകാരം ആ അധികാരമുള്ളത് ആർക്കാണ്? ഗവർണറിനാണ്. ഡിസ്ക്വാളിഫിക്കേഷൻ ചെയ്യാനുള്ള അധികാരം ഗവർണറിനാണ്. പക്ഷേ ഗവർണറിന് അത് കൺസൾട്ട് ചെയ്യണം. ഇലക്ഷൻ കമ്മീഷനെ കൺസൾട്ട് ചെയ്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ആ ഡിസ്ക്വാളിഫിക്കേഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് മാത്രമേ ശരിയുള്ളൂ, ബാക്കി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ദ ഗവർണർ ഈസ് എംപവേർഡ് ടു ഡിസൈഡ് ദ ക്വസ്റ്റ്യൻ ഓഫ് ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പർ ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951. However, governor had to consult the election commission and act accordingly. The speaker of the legislative assemblies decide on the question of disqualification under the 10th schedule of the constitution.
അതിന് അടുത്തത് ക്വസ്റ്റ്യൻ, അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിത്ത് റെഫറൻസ് ടു ദ ഓർഗനോയിഡ് കൺസിഡർ ദ ഫോളോയിങ്. അപ്പോൾ റെഫറൻസ് കൺസിഡർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കാനെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഗവൺ എബവ് ദ ആർ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ദീസ് ആർ ദ ലാബ് ഗ്രോൺ ഗ്രൂപ്പ് ഓഫ് മിനിയേച്ചർ വുമൺ ഓർഗൻസ് ലൈക്ക് സ്ട്രക്ചർ ദാറ്റ് ഈസ് അച്ചീവ് ഓൾ ദ ഫങ്ഷണൽ മെച്യൂരിറ്റി ഓഫ് ഫുൾ ഓർഗൻ ഓർ ഫുൾ ഗ്രോൺ ഓർഗൻസ്. ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ ഡെഫിനീഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഡെഫിനീഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഓർഗനോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാബിൽ വളരുന്ന ഒരു ഹ്യൂമൻ ഓർഗൻ്റെ ഒരു മിനിയേച്ചർ ഗ്രൂപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതന്നെ തെറ്റാണ്. ഇത് ലൈക്ക് സ്ട്രക്ചർ ദാറ്റ് അച്ചീവ് ഓൾ ഫങ്ഷണൽ മെച്യൂരിറ്റി. ഈ സ്ട്രക്ചറിന് അനുസരിച്ചിട്ട് ഒരു ഫുൾ ഓർഗൻസ് നല്ല വളർച്ച അനുസരിച്ചിട്ടുള്ള ഒരു അവയവത്തിൻ്റെ എല്ലാ ഫങ്ഷണൽ മെച്യൂരിറ്റിയും ഇതിന് സാധ്യമാവുന്നു എന്നാണ് പറയുന്നത്. അതും തെറ്റായിട്ടുള്ള ആൻസറാണ്. അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കംപ്ലീറ്റ്ലി റോങ്. ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ദേ ഓഫർ ന്യൂ ഓപ്പർച്യൂണിറ്റി ഇൻ സ്റ്റഡിങ് പ്രോട്ടീൻ ആൻഡ് ജീൻ ദാറ്റ് ആർ ക്രിട്ടിക്കൽ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ഓർഗൻസ്. നമുക്കറിയാം ഒരു ഓർഗൻ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നതിന് ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും ഒന്ന് ജീൻസിനെ കുറിച്ചും പ്രോട്ടീനെ കുറിച്ചാണ്. അപ്പോൾ അതിനെ കുറിച്ച് പഠിക്കാനുള്ള ഒരു ന്യൂ ഓപ്പർച്യൂണിറ്റി നൽകുന്നതാണ് ഈ ഓർഗനോയിഡ് എന്ന് പറയുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഈസ് കറക്റ്റ് ആൻസർ. അപ്പോൾ രണ്ടാമത്തെ ആൻസർ മാത്രമേ ഇതിൽ കറക്റ്റുള്ളൂ. അപ്പോൾ ബി ഈസ് ഓപ്ഷൻ. ഇനി എന്താണ് നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. ഈ ഓർഗനോയിഡ് എന്ന് പറയുന്നത് ഒരു ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ഓർഗൻസിൻ്റെ ഫുള്ളി ഗ്രോൺ ചെയ്തിട്ടുള്ള ഒരു ഓർഗൻസിൻ്റെ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ് ഇത്. അത് ലബോറട്ടറിയിലാണ് വളരുന്നത്. അത് ആ ലബോറട്ടറിയുടെ പ്രത്യേകത എന്താണ്? അതൊരു 3 ഡയമെൻഷൻ ചെയ്തിട്ടുള്ള ഒരു മിനിയേച്ചർ സ്ട്രക്ചർ ഉള്ളതാണത്. മിനിയേച്ചർ സ്ട്രക്ചറുള്ള ഒരു ലബോറട്ടറിയിലാണ് അത് വളരുന്നത്. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഒരു ഹ്യൂമൻ ഓർഗൻസിൻ്റെ പോലെ എല്ലാ ഫങ്ഷണൽ മെച്യൂരിറ്റിയും ഇതിന് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഇതിന് ബ്ലഡ് വെസൽസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതൊരു ഫുള്ളി ഫങ്ഷണലും അല്ല. പിന്നെ പക്ഷേ ഇതിനൊരു ഇമ്പോർട്ടൻറ്റ് ഒരു അതർ ഗുണമുള്ളതെന്ന് വെച്ചാൽ ഇത് ഒരു ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഏർലി സ്റ്റേജസ് ഓഫ് ഡെവലപ്പിംഗ് ടിഷ്യൂവിൻ്റെ ഏർലി സ്റ്റേജസിനോട് സാമ്യമുള്ളതാണ് ഈ ഒരു ഓർഗനോയിഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് റിഗാർഡിങ് HSN കോഡ്. HSN കോഡ് കൺസിഡർ ദ ഫോളോയിങ് എന്ന് പറയുമ്പോൾ കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കാൻ. HSN കോഡ് എന്ന് പറയുന്നത് 6 ഡിജിറ്റ് കോഡ് എന്നാണ് ഈ പറയുന്നത്. ഇത് വേൾഡ് കസ്റ്റം ഓർഗനൈസേഷനാണ് ഇത് ഡെവലപ്പ് ചെയ്തതെന്നാണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ഇത് കംപ്ലീറ്റ്ലി ശരിയാണ്. ഇമ്പോർട്ട് ടു ഇന്ത്യ ആർ നോട്ട് അലൗഡ് വിത്തൗട്ട് ദിസ് കോഡ്. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ, ഇന്ത്യയിലേക്ക് ഒരു പ്രോഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇത് കോഡ് ഇല്ലാതെ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇതും കറക്റ്റായിട്ടുള്ള ആൻസറാണ്. അപ്പോൾ ബോത്ത് 1 and A and B ഇസ് ദ കറക്റ്റ് ആൻസർ. ഇനി എക്സ്പ്ലനേഷൻ നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ് HSN കോഡ്? HSN കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർമോണൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാണ് HSN എന്ന് പറയുന്നത്. ഇത് 6 ഡിജിറ്റ് ഐഡൻറ്റിഫിക്കേഷൻ കോഡ് തന്നെയാണ്. ഇതിന് നമുക്ക് വേറൊരു പേരും കൂടി പറയാം, യൂണിവേഴ്സൽ എക്കോണമിക് ലാംഗ്വേജ് ഫോർ ഗുഡ്സ്. ഒരു ഗുഡ്സിൻ്റെ യൂണിവേഴ്സൽ എക്കോണമിക് ലാംഗ്വേജ് കൂടെ ആണെന്ന് ഇതിന് നമുക്ക് പറയാം. ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ടാക്സേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. അത് എന്തിനാണ് ടാക്സേഷൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നത്? ആ ഒരു സ്പെസിഫിക് പ്രോഡക്റ്റിൻ്റെ ടാക്സ് റേറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. പിന്നെ ഇന്ത്യയിൽ ഇപ്പോൾ മുതൽ ഇത് എന്ത് പ്രോഡക്റ്റ് വരണമെങ്കിലും ഇതിൻ്റെ ഒരു കോഡ് ആവശ്യമാണ്. ഇതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ആ ഒരു ക്വാളിറ്റി ഗുഡ്സ് ആൻഡ് സർവീസിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യും വേൾഡ് ലെവലിൽ. അതപ്പോൾ ഇന്ത്യനെ എക്സ്പോർട്ട് ടു ബി അക്സെപ്റ്റഡ് ഗ്ലോബലി ഡ്യൂ ടു ദ ക്വാളിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. ഇനി അടുത്തത് സുമൻ സ്കീം ഹാസ് ബീൻ ലോഞ്ച്ഡ് ബൈ ദ ഗവൺമെൻറ് ടു reduce the maternal and newborn death in India, and second one, provide a quality health care to elderly people, and C option, promote adoption of girl child in India, and D option, ensure quality health care
ഫോർ എൽഡർലി വിഡോസ് ഇൻ ഓൾഡ് ഏജ് ഹോംസ്. അപ്പോൾ ഇതിൻ്റെ ഏതാണ് കറക്റ്റ് ആൻസർ? സുമൻ സ്കീം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. സുമൻ സ്കീം എന്ന് പറയുന്നത് മെറ്റേണൽ ഡെത്തും ന്യൂ ബോൺ ഡെത്തിനെയും അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ്. സുമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരക്ഷിത് മാതൃത്വ ആശ്വാസൻ എയിമെന്ന്, അത് ആശ്വാസൻ എന്നാണ് സുമൻ്റെ ഫുൾ ഫോം. ഇത് മെറ്റേണൽ ആൻഡ് ന്യൂ ബോൺ ഡെത്ത് കംപ്ലീറ്റ്ലി പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ്. ഈ സ്കീം അനുസരിച്ചിട്ട് ഇപ്പോൾ 6 മാസം ഒരു മദറിനെയും പ്രഗ്നൻറ്റ് വുമണിനെയും പിന്നെ ഒരു മദറിന് അപ് ടു 6 മന്ത് വരെയും പിന്നെ ഓൾ സിക്ക് ന്യൂ ബോൺസിനെയും ഫ്രീ ഹെൽത്ത് കെയർ ബെനിഫിറ്റ് നൽകുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. ഇനി അടുത്തത്, ഇപ്പോൾ റീസെൻ്റായിട്ട് താപോവൻ വിഷ്ണുഘാട് ഹൈഡ്രോ പവർ പ്രോജക്റ്റ് ന്യൂസിലുണ്ടായിരുന്നു. അപ്പോൾ കൺസിഡർ ചെയ്യുക, ഇത് ഏത് റിവറിലൂടെയാണ് പോകുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. രാംഗംഗയാണോ, ധൗലിഗംഗയാണോ, പെയിൻഗംഗയാണോ, വൈൻഗംഗയാണോ? ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ധൗലിഗംഗ എന്ന് പറയുന്നതാണ്. ഇപ്പോൾ താപോവൻ വിഷ്ണുഘാട് ഹൈഡ്രോ പ്രോജക്റ്റ് എന്ന് പറയുന്നത് 520 മെഗാവാട്ട് ഉള്ള ഒരു പ്രോജക്റ്റാണ്. ഇത് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റാണ്. ഇത് ധൗലിഗംഗ റിവറിലാണ് ഇത് കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്തത്, ഇൻ ഇന്ത്യ ഗാരിയൽ ആർ യൂഷ്വലി ഫൗണ്ട് ഇൻ. ഗാരിയൽസ് എവിടേക്കാണ് കാണുന്നത് എന്ന് പറയുന്നത്, ഇതിൻ്റെ ഗാഗ്ര റിവറാണോ, നർമ്മദ റിവറാണോ, ചമ്പൽ റിവറാണോ, രാംഗംഗ റിവറാണോ? ഇത് നർമ്മദ റിവർ ഇത് കാണത്തില്ല, ബാക്കി ഗംഗ റിവറും ചമ്പൽ റിവറും രാംഗംഗ റിവറിലും ഇത് കാണുന്നുണ്ട്. ഓപ്ഷൻ 1, 3, 4 ആണ്. അപ്പോൾ ദ പ്രൈമറി ഹാബിറ്റേറ്റ് ഓഫ് ഗാരിയൽ ഇൻ ഇന്ത്യ ഈസ് ചമ്പൽ റിവർ. ചമ്പൽ റിവറാണ് ഈ ഗാരിയൽ എന്ന് പറയുന്ന പ്രൈമറി ഹാബിറ്റേറ്റ് ഉള്ളത്. ഗാരിയൽ എന്ന് പറയുന്ന ഒരു ജീവികൾ അത് കാണുന്നത് ശരിക്കും പ്രൈമറിലി ഈ ചമ്പൽ റിവറിലാണ്. അപ്പോൾ സെക്കൻഡറി ആയിട്ട് ഇവിടെ കാണുന്നത് ഗാഗ്ര ആൻഡ് ഗന്ദക് റിവർ, ഗിർവ റിവർ, രാംഗംഗ റിവറാണ്. പിന്നെ സോൺ റിവറിലൊക്കെയാണ് ഇത് കാണപ്പെടുന്നത്, ഗാരിയൽ കാണപ്പെടുന്നത്. പിന്നെ അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബാഗുറുംബ എന്ന് പറയുന്ന ഒരു ട്രൈബൽ ഡാൻസ് ഉണ്ട്. ഈ പ്രാക്ടീസ്ഡ് ബൈ ആരാണത് പ്രാക്ടീസ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. ഇത് ബാഗുറുംബ എന്ന് പറയുന്ന ഒരു ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് ആസാമിലെ ബോഡോ പീപ്പിളാണ് ബാഗുറുംബ എന്ന് പറയുന്ന ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിത്ത് റെഫറൻസ് ടു ദ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ആൻസർ ദ ഫോളോയിങ്. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ. ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്, it is an intergovernmental body established by the initiative of G7 countries. തെറ്റായ ആൻസറാണ്. Eurasian group combating money laundering and financial terrorism is an associate member of FATF. ഇത് കറക്റ്റ് തന്നെയാണ്. ഇറ്റ് ഈസ് എ ഇൻ്റർഗവൺമെൻറ്റൽ ബോഡി എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ഇനീഷ്യേറ്റീവ് ഓഫ് G7 കൺട്രീസിന് ഇനിഷ്യേറ്റീവ് ചെയ്തിട്ടുള്ള ഒരു ഇൻ്റർഗവൺമെൻറ്റൽ ഹെഡ് ബോഡി തന്നെയാണ് ഇത്. ആൻസർ ശരിയാണ്. പിന്നെ യൂറേഷ്യൻ ഗ്രൂപ്പ് കോമ്പാക്റ്റിംഗ് മണി ലോണ്ടറിങ് ആൻഡ് ഫിനാൻഷ്യൽ ഓഫ് terrorism is an associate member of FATF. Third one is FATF publishes a red list which is enlist countries support terror ഫണ്ടിങ് ആൻഡ് മണി ലോണ്ടറിങ് ആക്ടിവിറ്റീസ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇത് G7 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഇൻ്റർഗവൺമെൻറ്റൽ ബോഡി തന്നെയാണ്. ആൻസർ കറക്റ്റാണ്. പിന്നെ യൂറേഷ്യൻ ഗ്രൂപ്പ് ഓൺ എ കോമ്പാക്റ്റ്, ഇതൊരു യൂറേഷ്യൻ ഗ്രൂപ്പാണ്. എന്താണെന്ന് വെച്ചാൽ മണി ലോണ്ടറിങ് ആൻഡ് ഫിനാൻഷ്യൽ ടെററിസം തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു യൂറേഷ്യൻ ഗ്രൂപ്പ് തന്നെയാണിത്. ഒരു യൂറേഷ്യൻ ഗ്രൂപ്പ് ഇതിലുണ്ട്. അത് FATFുമായിട്ട് അസോസിയേറ്റീവ് മെമ്പറാണ് ഈ ഒരു യൂറേഷ്യൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അത് ആൻസർ ശരിയാണ്. പിന്നെ FATF റെഡ് ലിസ്റ്റ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ FATF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്നാണ്. ഇൻ്റർ ഗവൺമെൻറ്റൽ ബോഡി തന്നെയാണിത്. FATF ഇതൊരു ഇൻ്റർ ഗവൺമെൻറ്റൽ ബോഡിയാണ്. 1989 എസ്റ്റാബ്ലിഷ് ചെയ്തത്. G7 സമ്മിറ്റിൽ തന്നെയാണ്, പാരീസിൽ നടന്ന G7 സമ്മിറ്റിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട്. അപ്പോൾ യൂറേഷ്യൻ ഗ്രൂപ്പ് ഇതിന് ഉണ്ട്.
യൂറേഷ്യൻ ഗ്രൂപ്പ് ഇതിലുണ്ട്. ടെററിസം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണിത്. റീജിയണൽ ബോഡിയാണ് കംപ്രൈസിങ് ദ കൺട്രീസ് ഇന്ത്യ, റഷ്യ, ചൈന, കസാഖിസ്ഥാൻ, കൈറഗിസ്ഥാൻ, തജിക്കിസ്ഥാൻ, തുർക്ക്മേനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ ആൻഡ് ബെലാറസ്. ഇറ്റ് ഈസ് ആൻ അസോസിയേറ്റീവ് മെമ്പർ ഓഫ് FATF. FATF പബ്ലിഷസ് ഫോളോയിങ് ലിസ്റ്റ്. അപ്പോൾ ഈ AG എന്ന് പറയുന്ന ഒരു റീജിയണൽ ബോഡി FATFിനുണ്ട്. അതിലുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യ അതിലൊരു മെമ്പറാണ്, റഷ്യ ഉണ്ട്, ചൈന ഉണ്ട്, കസാഖിസ്ഥാൻ ഉണ്ട്, കൈറഗിസ്ഥാൻ ഉണ്ട്, തജിക്കിസ്ഥാൻ ഉണ്ട്, തുർക്ക്മേനിസ്ഥാൻ ഉണ്ട്, ഉസ്ബെക്കിസ്ഥാൻ ഉണ്ട്, ബെലാറസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ അവർ FATF പബ്ലിഷ് ചെയ്യുന്ന ലിസ്റ്റസ് എന്ന് പറയുന്നത് ഗ്രേ ലിസ്റ്റും ബ്ലാക്ക് ലിസ്റ്റും ആണ്. ഗ്രേ ലിസ്റ്റ് എന്ന് പറയുന്നത് കൺട്രീസ് ആർ കൺസിഡർഡ് സേഫ് ഹേവൻ ഫോർ സപ്പോർട്ടിംഗ് ടെറർ ഫണ്ടിങ് ആൻഡ് മണി ലോണ്ടറിങ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദിസ്. ഈ കൺട്രീസ് ടെറർ ഫണ്ടിങ് സപ്പോർട്ട് ചെയ്യുക, മണി ലോണ്ടറിങ് സപ്പോർട്ട് ചെയ്യുന്നത് ആണ് ഗ്രേ ലിസ്റ്റിൽ വരുന്നത്. ബ്ലാക്ക് കൺട്രി എന്ന് പറയുന്നത് നോൺ ആസ് നോൺ കോപ്പറേറ്റീവ് കൺട്രി ഓർ ടെററിസം ആർ പുട്ട് ഇൻ ടു ബ്ലാക്ക് ലിസ്റ്റ്. ദീസ് ആർ ദ കൺട്രീസ് സപ്പോർട്ട് ടെറർ ഫണ്ടിങ് ആൻഡ് മണി ലോണ്ടറിങ് ആക്ടിവിറ്റീസ്. ഇവർ കൂടുതലായിട്ട് ഒരു കൺട്രീസ് അതർ കൺട്രീസുമായി കോപ്പറേറ്റ് ചെയ്യാത്തവരും പിന്നെ ടെററിസം കുത്തിന് ഫണ്ട് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നവരും മണി ലോണ്ടറിങ് ആക്ടിവിറ്റീസ് നടത്തുന്നവരൊക്കെയാണ് ഈ ബ്ലാക്ക് ലിസ്റ്റ് കൺട്രീസിൽ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ റിഗാർഡിംഗ് ഓവർസിയർ സിറ്റിസൺ ഓഫ് ഇന്ത്യ, OCA കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. OCA എന്ന് പറയുമ്പോൾ ഓവർസിയർ സിറ്റിസൺ ഓഫ് ഇന്ത്യ സ്കീം വാസ് ലോഞ്ച്ഡ് ബൈ ഗവൺമെൻറ് ബൈ മേക്കിംഗ് അമെൻമെൻറ്റ് ഓഫ് സിറ്റിസൺഷിപ്പ് ആക്ട് 1955. സിറ്റിസൺഷിപ്പ് ആക്ട് 1955 അമെൻമെൻറ്റ് ചെയ്തിട്ടാണോ ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ, ഒരു സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തത് ഇൻഡിവിജ്വൽ വു ഡു നോട്ട് ഹാവ് സിറ്റിസൺഷിപ്പ് ഓഫ് എനി അതർ കൺട്രി ആർ നോട്ട് എലിജിബിൾ ഫോർ OCA സ്റ്റാറ്റസ്. OCA സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു മനുഷ്യന് അവരൊരു സിറ്റിസൺഷിപ്പ് ഒരു രാജ്യത്തും സിറ്റിസൺഷിപ്പ് ഇല്ലാത്തവർക്ക് ഈ OCA സ്റ്റാറ്റസ് എലിജിബിൾ അല്ല എന്നുള്ളതാണ് പറയുന്നത്. ഒരു രാജ്യത്തും ഇല്ലാത്ത ആർക്കും ഇത് എലിജിബിൾ അല്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് OCA കാർഡ് ഹോൾഡേഴ്സ് ക്യാൻ ബി നോമിനേറ്റഡ് ഫോർ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് ഓഫ് ഇന്ത്യ എക്സെപ്റ്റ് ഫോർ ദ പോസ്റ്റ് ഓഫ് ദ പ്രസിഡൻറ്റ്. ഇതാണ് ആൻസർ എന്ന് പറയുന്നത് C ആണോ ആൻസർ. 1ഉം 2ഉം മാത്രമേ ആൻസർ ശരിയുള്ളൂ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. എക്സ്പ്ലനേഷൻ ഓവർസിയർ സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ സ്കീം എന്ന് പറയുന്നത് 1955 സിറ്റിസൺഷിപ്പ് ആക്ട് അമെൻമെൻറ്റ് ചെയ്തിട്ട് വന്നത് തന്നെയാണ്. 2005 ഇത് വന്നത്. Individual who do not have citizenship of any other countries are not eligible to get OCA status. ഇപ്പോൾ ഒരു സിറ്റിസൺഷിപ്പും ഇല്ലാത്ത ഒരു രാജ്യത്തും സിറ്റിസൺഷിപ്പ് ഇല്ലാത്ത ഒരാൾക്ക് ഇന്ത്യയിൽ OCA കാർഡ് കിട്ടത്തില്ല. ഇൻഡിവിജ്വൽ അപ്ലൈയിങ് ഫോർ ദിസ് കാർഡ് ഷുഡ് ഹോൾഡ് വാലിഡ് പാസ്പോർട്ട് ഓഫ് അനദർ കൺട്രി. OCA കാർഡ് ഹോൾഡേഴ്സ് ഡു നോട്ട് ഹാവ് റൈറ്റ് ടു വോട്ട് ഇൻ ഇന്ത്യ. ദേ ഡു നോട്ട് ഹാവ് റൈറ്റ് ടു പബ്ലിക് സർവീസ് ഗവൺമെൻറ് ജോബ്സ് ആൻഡ് ദേ ആർ നോട്ട് എലിജിബിൾ ഫോർ നോമിനേറ്റ് ഫോർ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ അനദർ കൺട്രിയിൽ പാസ്പോർട്ടും ഉണ്ടായിരിക്കണം ഇവർക്ക് വോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ പബ്ലിക് സർവീസ് ഗവൺമെൻറ്റിൻ്റെ ജോബിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതർ അതിലൊന്നും പബ്ലിക് സർവീസിലൊന്നും നോമിനേറ്റ് ചെയ്യാൻ കൂടെ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റിലൊന്നും നോമിനേറ്റ് ചെയ്യാൻ കൂടെ എലിജിബിൾ അല്ല ഇവർ OCA കാർഡുള്ളവർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നഗോബ ജത്താര എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവലുണ്ട്, അത് എവിടെയാണ് നടക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഈ ആൻസർ C എന്ന ഓപ്ഷനാണ്. തെലങ്കാന. നഗോബ ജത്താര എവിടെയാണ് നടക്കുന്നത്? തെലങ്കാന. നഗോബ ജത്താര എന്ന് പറയുന്നത് ഒരു ട്രൈബൽ ഫെസ്റ്റിവലാണ് തെലങ്കാനയിലുള്ള. ഇതൊരു ഹ്യൂജ് റിലീജിയസ് ആൻഡ് കൾച്ചറൽ ഈവൻ്റ് ആണ്. Boycott branch of Mesram clan on the Rajkot and Pradhan tribe during the festival of Mahapuja of Serpent God Nagoba is held. അപ്പോൾ ഇതെന്ന് പറയുന്നത് നഗോബ ജത്താര എന്ന് പറയുന്നത് ട്രൈബൽ ഫെസ്റ്റിവലാണ് തെലങ്കാനയിലുള്ളത്. ഇറ്റ് ഈസ് എ ഹ്യൂജ് റിലീജിയസ് വളരെ വലിയ റിലീജിയസ് ഫെസ്റ്റിവലാണ്, ഒരു കൾച്ചറൽ ഈവൻ്റാണ്. ബോയ്കുട്ട ബ്രാഞ്ച് മേശ്രം ക്ലോൺ ഓഫ് രാജ്കോണ്ടിൻ്റെ ഒരു മേശ്രം ക്ലാനിൻ്റെ ഒരു ബ്രാഞ്ചുള്ള ബോയ്കുട്ടൻ്റെ ഏറ്റവും വലിയ ഒരു കൾച്ചറൽ ഈവൻ്റാണിത്. ഈ ഫെസ്റ്റിവലിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഗോഡ് നഗോബ മഹാപൂജ ഇവിടെ നടക്കും. ഇതാണ് ക്വസ്റ്റ്യൻസ്.